ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഹബീബായ തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് വളരെ ചുരുങ്ങിയ ഒരു ഇൽമു പറഞ്ഞു തരണം. രക്ഷപ്പെടാൻ കാരണമാകുന്ന വളരെ ചുരുങ്ങിയ ഒരു ഇൽമു പറഞ്ഞു തരണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഒന്നാമതായി നീ നിസ്കരിക്കാൻ നിൽക്കുമ്പോ വിട പറഞ്ഞു പോകുന്നവന്റെ നിസ്കാരം നീ നിസ്കരിക്കുക. അതായത് ഇനി ഒരു നിസ്കാരം നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവുകയില്ല എന്നുള്ള ചിന്തയോടുകൂടെ നീ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുക. രണ്ടാമതായി പറഞ്ഞു കൊടുക്കുന്നത്, നീ ഒരു കാര്യം പറയുമ്പോ അല്ലെങ്കിൽ ഒരു കാര്യം പ്രവർത്തിക്കുമ്പോ പിന്നീട് എപ്പോഴെങ്കിലും മാപ്പ് ചോദിക്കേണ്ടി വരുന്ന ഒരു വാക്കോ പ്രവർത്തനമോ നീ പറയാതിരിക്കുക, ചെയ്യാതിരിക്കുക. പിന്നീട് എപ്പോഴെങ്കിലും മാപ്പ് ചോദിക്കേണ്ടി വരുന്ന ഒരു പ്രവർത്തനം നീ പ്രവർത്തിക്കാതിരിക്കുക. മൂന്നാമതായി പഠിപ്പിക്കുന്നത്, മറ്റൊരുത്തന്റെ കൈവശമുള്ള ഒരു സ്വത്ത്, ഒരു വസ്തു ഒരിക്കലും എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക, കൊതിക്കാതിരിക്കുക. വല്ലാത്തൊരു ഉപദേശമാണിത് കൂട്ടുകാരെ, വല്ലാത്തൊരു ഉപദേശമാണ്. നമുക്കൊന്നും എപ്പോഴാ എവിടെയാ ഒന്നും അറിയില്ല മരണം സംഭവിക്കൽ. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവൃത്തിയും ഇതെന്റെ അവസാന പ്രവൃത്തിയാകാം എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുപോലെ തന്നെ തൻ്റെ നാവ് കൊണ്ട് അല്ലെങ്കിൽ കൈകൾ കൊണ്ട്, ശരീരത്തിന്റെ ഒരു അവയവങ്ങൾ കൊണ്ടും ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം മറ്റൊരു സമയത്ത് അവനോട് മാപ്പ് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മളൊക്കെയും വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റൊന്ന്, മൂന്നാമതായി പറഞ്ഞത്, മറ്റൊരുത്തന്റെ കൈവശമുള്ള വസ്തു എനിക്ക് കിട്ടണമെന്ന കൊതിയില്ലാതിരിക്കുക. ഇത് മൂന്നും വളരെ ഗൗരവമുള്ള വിഷയമാണ്. ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മളൊക്കെയും ശ്രദ്ധിക്കണം. സൂക്ഷ്മതയുള്ളവരായി നമ്മൾ മാറണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.